കോട്ടയം മെഡിക്കൽ കോളേജിലെ 3 നില കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ട 2 പേർ പരിക്കുകളോടെ ചികിത്സയിൽ. ഒരാളെ കാണാനില്ലെന്ന് രോഗികൾ പറഞ്ഞു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വാർഡിലായിരിക്കും, വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ബാത്റൂമിൽ പോയത്. വാഷ് ചെയ്യാൻ പോയെന്നാ പറഞ്ഞത്. വീട് എവിടെയാട്ടാ ചേട്ടൻ? തലയിലപ്പറമ്പിലാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കഴുത്തിൻ്റെ വേദനയായിട്ട് വന്നാ. അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞ് അപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഷിനോജ് എസ് വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഒരാളെ കാണാനില്ല എന്ന് പറയുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷിനോജ്? മോത്തി, അങ്ങനെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ബിന്ദു എന്നാണ് പേര്, 52 വയസ്സാണ് പ്രായം, തലയോലപ്പറമ്പ് സ്വദേശിനിയാണ്. അവർ തങ്ങളുടെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, കഴുത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു മകൾക്കൊപ്പം. ഇതിൽ അച്ഛൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതിൽ ഈ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അമ്മയാണെങ്കിൽ ബാത്റൂമിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഈ അപകടം നടന്ന ബാത്റൂമിലേക്ക് പോയത്. അവിടെ വെച്ചാണ്, ആ സമയത്താണ് അപകടം നടന്നത്. അമ്മയെ ഫോൺ വിളിച്ചിട്ട് പിന്നീട് കിട്ടുന്നില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തെരച്ചിലൊക്കെ തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും 10:30 നാടിനെ നടുക്കിയ ഇത്തരത്തിലൊരു അപകടം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത്. 10:30 അടുക്കുന്ന സമയത്ത് സർജറി, ഓർത്തോ സർജറി അതിൻ്റെ ഭാഗത്തിൻ്റെ കെട്ടിടം, ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് 3 നില വരുന്ന കെട്ടിടമാണ്. ആ കെട്ടിടം പൂർണ്ണമായും ഇങ്ങനെ താഴുകയായിരുന്നു, കെട്ടിടത്തിൻ്റെ ഭാഗം പൂർണ്ണമായും. എന്തായാലും അതിൻ്റെ വിശദീകരണമായി മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത്, നേരത്തെ തന്നെ ഇത്തരത്തിൽ അവിടെ നിന്ന് ഈ കാലപ്പഴക്ക കാരണം അവിടെ ആരെയും തന്നെ പ്രവർത്തിപ്പിക്കാതിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും ആരും പോയിട്ടില്ല എന്നാണ്. പക്ഷേ 3 പേർ ആ സ്ഥലത്ത് വെച്ച് തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരി ഷിനോജിലേക്ക് ഞാൻ മടങ്ങി